ഹായ് ഓൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റമദാൻ റെസിപ്പി തൽബീന നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അത്താഴത്തിനും വേണ്ടി ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് കുറച്ച് പാലിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി 1 ലിറ്റർ പാലെടുക്കുക, അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ബാർലിപ്പൊടി എടുത്ത് തണുത്ത പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. തിളച്ചതിന് ശേഷം പാലിലേക്ക് ഈ ബാർലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഒന്ന് കുറുകി വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ കുതിർത്ത് വെച്ച ഈത്തപ്പഴം അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അരക്കാതെയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നട്ട്സും അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. വേറെ മധുരമൊന്നും വേണ്ട. മധുരത്തിനായിട്ട് ഹണിയാണ് ചേർക്കുക. ഇനി നമ്മൾ നട്ട്സ് നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം. എല്ലാ നട്ട്സും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇവിടെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കാണിക്കുകയാണ്. നട്ട്സും ഈത്തപ്പഴവും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. കൂടെ ഹണിയും കൂടെ ചേർക്കാം. അത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.